എൻ.എം. പിയേഴ്സൺ ഇപ്പോൾ നമ്മോടൊപ്പം എൻ.എം. പിയേഴ്സൺ മദ്യപിക്കാനുള്ള വിലക്ക് CPI നീക്കിയിരിക്കുന്നു. പക്ഷെ അത് രഹസ്യാത്മകമായി വേണം, പരസ്യമായി മദ്യപാന പാർട്ടികളോ അല്ലെങ്കിൽ മദ്യപാനമോ ഉണ്ടാകരുത്, മദ്യപിച്ച് മറ്റുള്ളവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇതാണ് പാർട്ടി പ്രവർത്തകർക്ക് CPI നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്ത് തോന്നുന്നു? അല്ല, ഇത് നമ്മളുടെ ഒരു മൂല്യവ്യവസ്ഥയുടെ ഒരു പരിഷ്കാരമായിട്ട് നമ്മളതിനെ കണക്കാക്കിയാൽ മതി. കാരണം മൂല്യവ്യവസ്ഥ ഇവർ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് പാർട്ടിയുടെ പ്രവർത്തകര് മാതൃകയാകണം എന്ന് പറയുമ്പോൾ അവർ മദ്യപാനികളാവരുത് എന്നുള്ള കാഴ്ചപ്പാടാണ് നേരത്തെ CPI പുലർത്തിയിരുന്നത്. CPM ഒക്കെ അതാണ് പുലർത്തിയിരുന്നത്. പക്ഷെ നമുക്കറിയാം, ഇപ്പോ ഈ മദ്യപാനത്തെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പൊ അതും അവർ മാതൃകയായി തീരേണ്ട ജീവിത പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തവുമില്ലാതെ വരുന്ന സമയത്താണ് അവരങ്ങനെ പറയാനായിട്ട് നിർബന്ധിതരാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ട് അപകടങ്ങളാണ് അതിനകത്തിരിക്കുന്നത്. ഒന്ന്, വീട്ടിൽ വെച്ച് മദ്യപിക്കാം എന്ന് പറഞ്ഞാൽ വീടിനെ ഒരു മദ്യശാലയാക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു അർത്ഥം അതിൽ വരാവുന്നതാണ്. അത് വളരെ അപകടകരമാണല്ലോ. വീട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീടിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന മൂല്യബോധം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സമൂഹത്തിന്റെ മൂല്യബോധമായിട്ട് മാറിത്തരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിൽ ഒരു നയ സമീപനം എടുക്കാനായിട്ട് പാടില്ല എന്നുള്ള. രണ്ടാമത്തത്, മദ്യപിക്കുന്നതിൽ കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത്. മദ്യപാനികൾ അങ്ങനെ അറിഞ്ഞിട്ടല്ലല്ലോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കും. മദ്യപാനികളുടെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു. സ്വാഭാവികമായിട്ടും അബോധാവസ്ഥയിൽ അവർ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അപ്പൊ ബോധം നഷ്ടപ്പെടാത്ത രീതിയിൽ മദ്യപാനം എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ വളരെ നിയന്ത്രിതമായിട്ടുള്ള മദ്യപാനം എന്നുള്ളതാണ്. അത് ഒക്കെ പറയാൻ കൊള്ളാം എന്നല്ലാണ്ട് പരിശീലിക്കാൻ കൊള്ളാവുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സമീപനമല്ല യഥാർത്ഥത്തില് CPI പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സഹാക്കൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നിർദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചുകൂടി ആ പാർട്ടിക്കാരൊരു സത്യസന്ധത കാണിക്കുന്നതായി വേണമെങ്കിൽ കാണാലോ. കാരണം ഇപ്പൊ പുതിയ കുറെയൊക്കെ മദ്യപാനം നോർമലൈസ് ചെയ്യപ്പെട്ടു ദൗർഭാഗ്യകരമായി. അപ്പോ മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടാവും, പക്ഷെ അവര് പാർട്ടിക്കാരാണെങ്കിൽ മദ്യപിക്കരുത് എന്നുള്ളതാണല്ലോ. പാർട്ടി അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിയമാവലി. പക്ഷെ മദ്യപിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മൂടി വെച്ച് കള്ളത്തരം എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി മദ്യപിക്കുന്നവർ അതായിക്കോട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു സത്യസന്ധതയില്ലേ? കാലഘട്ടത്തിന്റെ ഒരു സമ്മർദ്ദം പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ പരിപൂർണമായും മദ്യത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അപ്പോൾ അതിനെ ലീഗലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാം എന്ന നിലയാണോ? അതൊരു കൺസെന്റ് പ്രഖ്യാപിക്കലാണല്ലോ ശരിക്കും പറഞ്ഞാൽ. കൺസെന്റ് ഇങ്ങനെ ആയിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നത് ഒരുതരം കോംപ്രമൈസ് പോളിസിയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ വരുന്നതിന് നമുക്ക് അതിനകത്ത് തെറ്റു പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാല് യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സമീപനമാണ് എന്നുള്ളത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അതായത് നേതാക്കൾ എന്ന് പറഞ്ഞാൽ മാതൃകയായി പ്രവർത്തിക്കേണ്ടവരാണ്. അവരത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം പറ്റാം, അണികളായിക്കൊള്ളട്ടെ, നേതാക്കൾ പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം വെക്കുന്നതാണ് നല്ലത്. അണികൾ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല. അവരെ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തേക്കും. പക്ഷെ നേതാക്കൾ ഒരു കാരണവശാലും ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങൾ, ഇതിനെ സ്വഭാവ ദൂഷ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. യൂറോപ്യൻസിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവരുടെ സ്വഭാവത്തിന്റെ ജീവിത രീതിയുടെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ മദ്യപാനം. പക്ഷെ നമുക്ക് അങ്ങനെ അല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് മറ്റൊരു തരത്തിൽ കാണുകയും അതിൽ ശ്രീ എൻ.എം. പിയേഴ്സൺ ഇപ്പോൾ CPI ആണ് തീരുമാനമെടുത്തിരിക്കുന്നത്. CPM-കാർക്ക് ഇപ്പോഴും മദ്യപാനത്തിന് വിലക്കുണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദനോ പിണറായി വിജയനോ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോ ആരും മദ്യപിക്കാറില്ല, അവർ മദ്യം തൊട്ടിട്ട് പോലുമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷേ താഴെ തട്ടിലുള്ളതോ അല്ലെങ്കിൽ നേതൃതലത്തിലോ ഉള്ളതായ മദ്യപിക്കുന്ന ശീലമുള്ള നേതാക്കൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മദ്യപിക്കുന്ന നേതാക്കൾ രഹസ്യമായിട്ടായിരിക്കുമെങ്കിലും മദ്യപിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരും പാർട്ടിക്കാരായി തുടരുന്നുണ്ട്. പാർട്ടി നയമനുസരിച്ച് പക്ഷെ മദ്യപിക്കാൻ പാടില്ല, കമ്മ്യൂണിസ്റ്റുകാരൻ മദ്യപിക്കാനും പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളായ്മ, സത്യസന്ധത ഇല്ലായ്മ ഉണ്ടല്ലോ അക്കാര്യത്തിൽ. അല്ല, അത് ഇപ്പം ഞാൻ പറയുന്നത് ഈ നേതാക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും അതിനാണ് അഴിമതി എന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ പല ആൾക്കാരും കുറേശ്ശെ അവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ഒരുതരം അഴിമതിയാണല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് അംഗീകരിച്ച് അത് പാർട്ടി നേതാവിന്റെ സ്വഭാവ സവിശേഷതയിലേക്ക് കൊണ്ടുവരാനേ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ നമ്മളൊരു പ്രത്യേക ധാർമ്മികതയ്ക്ക് അകത്തു നിന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ പാർട്ടി നേതാക്കൾ അണികളെ കുറിച്ച് സംസാരിക്കേണ്ടല്ല, അവർ കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതിന് ഒരു തുറന്ന അനുവാദം കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പാർട്ടി നേതാക്കൾ അവരൊരു കാരണവശാലും ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന സമീപനം തന്നെയാണ് നല്ലത്. തീർച്ചയായും. ശരി, N.M. പിയേഴ്സനാണ് ഇത്തരത്തിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, ഏത് പാർട്ടിക്കാരനായാലും.